നമസ്കാരം. ഇന്ന് പുതിയ മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ്. ഓഗസ്റ്റ് മാസം പിറന്നിരിക്കുന്ന ദിവസമാകുന്നു. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പ്രശ്നവശാൽ കണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം ശുഭകരമായ ഫലങ്ങൾ പ്രധാനമായും വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ശേഷം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചും മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ശുഭകരമായ നക്ഷത്രങ്ങളെ കുറിച്ചാണ്. അഥവാ പ്രശ്നവിധിയാൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയുക. ഇവർക്ക് പൊതുവിൽ സമയം അനുകൂലമാണ്. എന്നാൽ മനസ്സിനെ അലട്ടുന്നതായ, മനസ്സിന് വിഷമം നൽകുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തികമോ അല്ലാത്തതോ ആയ കാര്യങ്ങളോ ആകാം. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിന് സന്തോഷം, ധനപരമായ നേട്ടങ്ങൾക്ക് ഉതകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക, തൊഴിൽപരമായി ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കാതിരിക്കുക. പ്രധാനമായും പരമശിവനെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ശിവമന്ത്രങ്ങൾ ജപിക്കുക. അതോടൊപ്പം ഇഷ്ടദേവതയെ കൂടി ഭജിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം എന്ന് തന്നെ പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കാതെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ചില നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എന്നാൽ പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും പരമശിവനെയും ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഈ സമയം ഇരു ദേവതകളെ കൂടുതലായി ഭജിക്കുന്നതും ഉത്തമം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തുക. കൂടാതെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. ഇരു ദേവതകളെയും ഭജിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. പ്രശ്നവിധിയാൽ പരാമർശിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. എന്നാൽ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും അത്തരം ചിന്തകളുമായി ബന്ധപ്പെട്ട ചില ടെൻഷനുകൾ വന്നു ചേരാം. അത് പൂർണ്ണമായും ഒഴിവാക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും വിഷമിക്കുന്നതായ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയോ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലി ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശ യാത്രകൾക്കുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഈ സമയം പരമശിവനെയും മഹാവിഷ്ണു ഭഗവാനെയും ആരാധിച്ച്
ഇരു ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക. പരമശിവന് ധാരയും പിൻവിളക്കും അതോടൊപ്പം തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. കൂടാതെ വിഷ്ണു ഭഗവാന് തുളസിമാലയും പാൽപായസവും നടത്തുന്നത് ഈ സമയം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സഹായകരമായി തീരും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ചില പ്രതികൂലമായ കാര്യങ്ങളും സംഭവിക്കാം. അത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാലും ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം എപ്രകാരം ധനം കൈകളിലേക്ക് വന്നു ചേരാം തുടങ്ങിയ കാര്യങ്ങൾ, വിജയം നേടാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചില നേട്ടങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കുകയോ തൊഴിൽ മാറുകയോ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ തീരുമാനമാക്കുവാൻ അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് കലുഷിതമാണ് എങ്കിലും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുള്ള ശക്തി നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരവും അല്ലാതെയും നേട്ടങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും നടത്തുന്നതും ശുഭകരമാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രശ്നവിധിയാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുക, ആഗ്രഹ സാഫല്യം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ചിന്താക്കുഴപ്പം അല്ലെങ്കിൽ പല രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില തെറ്റിദ്ധാരണകളോ ചില വിഷമങ്ങളോ മനസ്സിലൂടെ അത്തരം വിഷമങ്ങൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ചില ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഉന്മേഷത്തോടെ പ്രവർത്തിച്ച് ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടാം. കൂടാതെ ഈ സമയം വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിലോ തൊഴിൽ ലഭിക്കുകയോ തൊഴിൽ മാറുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രധാനമായും ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന് പാൽപായസവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ്. പൂരം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമാണ് ഫലം എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. എന്നാൽ ചില ശത്രുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില വ്യക്തികളുടെ പൊയ്മുഖം അഴിഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും പ്രതീക്ഷിക്കാതെ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ചില പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു, പിന്തുണ ലഭിച്ചു എന്ന് വരാം. ചില സ്ഥാനമാനങ്ങൾ തേടിയെത്തി എന്ന് വരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. പൊതുവിൽ സമയം അനുകൂലമാണ്. എന്നിരുന്നാലും ചില മാനസികപരമായ വിഷമങ്ങൾക്കുള്ള ചില നെഗറ്റീവായ ചിന്തകൾക്കുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. പൊതുവിൽ ധനപരവും അല്ലാതെയും അനുകൂലമാണ് സമയം. ഈ സമയം പ്രധാനമായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുകയും ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് സർവൈശ്വര്യപ്രദമാണ്. കാർത്തിക നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. എന്നിരുന്നാലും ചില നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ അവരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കുകയും ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജോലി ലഭിക്കുക, വിദേശത്ത് പോകുക, ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും അല്ലാതെയും വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുക. ദേവിയെ ഭജിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പ്രശ്നവിധി പ്രകാരം ദോഷകരമായ ഫലങ്ങൾ കൂടുതലായി വന്നു ചേരുവാൻ സാധ്യത തെളിഞ്ഞ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാണ്. ശുഭകരമല്ല സമയം. പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതായ കാലമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്ന് ചേരുന്നതല്ല. സമയബന്ധിതമായി തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ നേരിടും. പഠനത്തിൽ അല്പം പിറകിലേക്ക് പോകാം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും വേണ്ട പിന്തുണ ലഭിക്കാതെ വരാം. സൗഹൃദങ്ങൾ ദോഷകരമായി മാറുന്ന സമയമാണ്. പല പ്രശ്നങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കണം എന്നില്ല. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനസ്ഥിതി അല്പം താഴെ പോകുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവിൽ നിയന്ത്രണം പുലർത്തുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രധാനമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ ഈ സമയം മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും ശുഭകരമാണ്. ധാരയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ലക്ഷ്യബോധം ഉണ്ടാകണം എന്നില്ല. ഈ സമയം അത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അലച്ചിലും ചെലവും വർദ്ധിക്കുന്ന സമയം. ആസൂത്രണ മികവ് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കണം എന്നില്ല. പ്രവർത്തന മികവ് വന്നു ചേരണം എന്നില്ല. കൂടാതെ ഈ സമയം ശരിയായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കാതെ വിഷമങ്ങൾ നേരിടാം. അനുകൂലമാകണം എന്നില്ല പല കാര്യങ്ങളും. സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പിന്തുണ ലഭിക്കണം എന്നില്ല. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിച്ച് മറ്റ് വ്യക്തികൾക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരുടെ കൈവശം എത്തുവാനുള്ള സാധ്യതകളുണ്ട്. രോഗദുരിതങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരുന്നതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം പ്രധാനമായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ സമയം മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ധാരയും കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ പിൻവിളക്ക് കൂടി ഈ സമയം നടത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കുക. ജീവിത യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. പ്രായോഗികമായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ വിഷമിക്കുന്നതാകുന്നു. പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കാത്തതായ അവസ്ഥകൾ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വായ്പ നേടാനുള്ള ശ്രമങ്ങൾക്ക് ചില തിരിച്ചടികൾ വന്നു ചേരാം അല്ലെങ്കിൽ കാലതാമസം വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിപരീതമായി സംഭവിക്കാം. പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ, ചതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായ ചില നഷ്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാകുന്നു. അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. അപകട സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും രോഗദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തുക. ശത്രുദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും പരമശിവന് ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം 108 ജപിക്കുവാൻ നിത്യവും ശ്രമിക്കുക. ചിത്ര നക്ഷത്രക്കാർക്കും സമയം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ഈ സമയം പല കാര്യങ്ങളും ചിന്തിക്കും. എന്നിരുന്നാൽ പോലും അത് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല. സ്വന്തം നിലപാട് എവരെയും ബോധിപ്പിക്കുവാൻ
വളരെയധികം ശ്രമകരമായ കാര്യമായി മാറും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കുന്ന പിന്തുണ ലഭിക്കണം എന്നില്ല. ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും തിരിച്ചടി, ചതി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമായ മാസമാണ് എന്ന് നിസ്സംശയം പറയാം. ചില കാര്യങ്ങൾ പ്രതികൂലമാകും. രോഗദുരിതങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വർദ്ധിക്കാം. അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും പരമശിവനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ ഈ സമയം രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. കടുംപായസം നടത്തുവാൻ സാധിച്ചാൽ ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു. പ്രശ്നവിധിയാൽ മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പല കാര്യങ്ങളിലും കാത്തിരിപ്പ് തുടരുന്നതാകുന്നു. ഉദ്യോഗം അഥവാ ജോലി ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടതായി വരാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും അനാവശ്യ തിടുക്കം നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തുകയും അത് പരാജയപ്പെടുവാൻ അല്ലെങ്കിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ ചില നഷ്ടങ്ങൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില തിരിച്ചടികൾ വന്നു ചേരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില വിരോധങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഔദ്യോഗികമായി വിചാരിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാൻ സാധിക്കണം എന്നില്ല. പ്രതീക്ഷിക്കുന്ന പിന്തുണ പലരിൽ നിന്നും ലഭിക്കാതെ വിഷമിക്കുന്നതാകുന്നു. രോഗദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ സമയം പ്രധാനമായും നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. കടുംപായസവും ഒപ്പം നടത്തുവാൻ ശ്രമിക്കുക. അതോടൊപ്പം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കുക. ധാരയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂരാട നക്ഷത്രക്കാർക്കും സമയം അനുകൂലമല്ല എന്ന് തന്നെ പറയാം. പലവിധ സമ്മർദ്ദങ്ങൾ വന്നു ചേരാം. ചെലവ് വർദ്ധിക്കുന്നതാകുന്നു. വരവ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നു ചേരണം എന്നില്ല. പല രീതിയിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതുമാണ് എന്ന കാര്യവും ഓർക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുടുംബത്തിൽ തർക്കങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കാം. ധനപരമായ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കാം. വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. കൂടാതെ ഈ സമയം പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരാം. അപകട സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വേണ്ടപ്പെട്ടവരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ശുഭകരമാണ്. നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.